ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന മൊഡ്യൂളിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺവേർഷൻ മെത്തേഡാണ്. അതായത് സിംഗിൾ എൻട്രിയെ ഡബിൾ എൻട്രി ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ തൊട്ട് മുൻപത്തെ ക്ലാസ് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ രീതിയിൽ കണക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള കുറച്ചധികം ഡീറ്റെയിൽസ് കണ്ടെത്തണം. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാനൊരു ബിൽസ് പേയബിളിൻ്റെയും ബിൽസ് റിസീവബിളിൻ്റെയും ഡെറ്റർ, ക്രെഡിറ്റർ ഇതെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്തു ഒരു സാമ്പിളായിട്ട്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ജോലി അതാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഐറ്റംസ് വെച്ച് നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ നിന്നും മറ്റ് കുറച്ച് ഡീറ്റെയിൽസും കൂടെ നമ്മൾ കണ്ടെത്തണം. അതിനുവേണ്ടിയാണ് ഞാൻ ആ ബിൽസ് പേയബിളും ബിൽസ് റിസീവബിളും അങ്ങനെ എല്ലാം വർക്ക് ചെയ്ത് കാണിച്ചിരുന്നത്. ഇവിടെയും ആ ഒരു ജോലിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട് വരച്ചാണ്, അതായത് ഡെബിറ്റും ക്രെഡിറ്റും ഉള്ള അക്കൗണ്ട് വരച്ചാണ് നമ്മൾ ഈ പറയുന്ന നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് പറഞ്ഞു തരാം. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ, കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പം കാൽക്കുലേറ്റ് ക്രെഡിറ്റ് പർച്ചേസ് എന്നാണ്. ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം ബൈ പ്രിപ്പയറിംഗ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. എന്താണ് ക്രെഡിറ്റ് പർച്ചേസ്? നമുക്കറിയാലോ, കടത്തിന് സാധനം വാങ്ങുന്നതാണ്. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും കടത്തിന് സാധനം വാങ്ങുമ്പോൾ അയാൾ നമ്മുടെ ക്രെഡിറ്റർ ആണ്, അല്ലേ? നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും കടത്തിന് സാധനം വാങ്ങുമ്പോൾ അയാൾ നമ്മുടെ ക്രെഡിറ്റർ ആണ്. സോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചാലാണ് നമുക്ക് ഈ ക്രെഡിറ്റ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇത് ചെയ്യാനായിട്ടൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ അങ്ങനെ ഫോളോ ചെയ്താൽ മതി. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാധ്യതയാണ്, അല്ലേ? ക്രെഡിറ്റർ ആരാണ്? നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്, കടമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ ക്രെഡിറ്ററിനെ നമുക്കൊരു ലൈബിലിറ്റി ആയിട്ട്, ബാധ്യതയായിട്ട് കണക്കാക്കാം. ലൈബിലിറ്റീസിനെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ റൂളാണ്, ലൈബിലിറ്റീസിനെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റർ എന്ന ഐറ്റത്തിന് എന്ത് ബാലൻസ് ആയിരിക്കണം? ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കണം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ലൈബിലിറ്റീസ് പൊതുവേ തന്നെ പറയാം, എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇവിടെ ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. അതായത് ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് നമുക്ക് ഒരു വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം എല്ലാം ക്രെഡിറ്റ് സൈഡിൽ വേണം ഓപ്പൺ ചെയ്യാൻ. അതാണ് ബാലൻസ് ബ്രോ ഡൗൺ 7200. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ലൈബിലിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് വേണം ഓപ്പൺ ചെയ്ത് വരാൻ. സോ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് 7200 രൂപ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോ ഡൗൺ ഇതായിരിക്കണം ആദ്യം പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യണം. അത് കാണാതെ പഠിക്കുകയൊന്നും ചെയ്യരുത്. ക്രെഡിറ്റർ ഒരു ലൈബിലിറ്റിയാണ്, ലൈബിലിറ്റിക്ക് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഈ ഒരു ലോജിക്കിന്റെ പുറത്ത് ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്ററുടെ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്തു. അതപ്പോൾ ഓക്കെ. ഇനി ബാക്കിയുള്ള ഓരോ ഐറ്റവും നമ്മൾ എങ്ങനെയാണ് പോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ തന്നിരിക്കുന്ന ഓരോ ഐറ്റവും നോക്കുക. ഒരു 3-4 ഐറ്റം ഉണ്ട്. ഈ ഓരോ ഐറ്റവും നോക്കിയിട്ട് ആ ഐറ്റം ക്രെഡിറ്റേഴ്സ്, അതായത് നമ്മുടെ ബാധ്യതയാണ്. ക്രെഡിറ്റർ അത് ബാധ്യതയാണ്. ക്രെഡിറ്റേഴ്സിനെ കൂട്ടുമോ കുറയ്ക്കുമോ എന്ന് നോക്കണം. ഈ ഒരു ട്രാൻസാക്ഷൻ, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് വഴി നമുക്ക് ബാധ്യത കൂടുമോ കുറയുമോ എന്ന് നോക്കുക. ബാധ്യത വീണ്ടും വീണ്ടും കൂടുമെന്നാണ് തോന്നുന്നതെങ്കിൽ, ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ക്രെഡിറ്റേഴ്സ് വീണ്ടും കൂടുവാണെങ്കിൽ ക്രെഡിറ്റ് ഐറ്റം കൂടാൻ വീണ്ടും ക്രെഡിറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അക്കൗണ്ടിങ് അങ്ങനെയാണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം കൂടുവാണെങ്കിൽ വീണ്ടും വീണ്ടും ക്രെഡിറ്റ് തന്നെ ചെയ്യണം. ഇനി അതല്ല, ഒരു ഐറ്റം വായിക്കുമ്പോൾ നമുക്ക് ക്രെഡിറ്റർ അഥവാ ഒരു ബാധ്യത കുറയുന്നതായിട്ട് തോന്നിയാൽ, ക്രെഡിറ്റർ കുറയുന്നു എന്നാണ് തോന്നുന്നതെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. കാര്യം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം കുറയുന്ന ഡെബിറ്റാണ്. അത് ഓർത്ത് വെച്ചോണേ. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം കൂടാൻ വീണ്ടും വീണ്ടും ക്രെഡിറ്റ് തന്നെ ചെയ്യുക. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം കുറയാൻ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ചു, ഓപ്പണിങ് ക്രെഡിറ്റ് ചെയ്തു. കാര്യം ലൈബിലിറ്റിയാണ് ക്രെഡിറ്റ് ബാലൻസ്. ഇനി നിസ്സാര കാര്യമാണ്, ഓരോന്നും വായിക്കുക. ക്രെഡിറ്റേഴ്സിനെ കൂട്ടുമെങ്കിൽ, ക്രെഡിറ്റേഴ്സ് വീണ്ടും വീണ്ടും കൂടുമെങ്കിൽ ക്രെഡിറ്റ് തന്നെ. അതല്ല, ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുമെങ്കിൽ ഡെബിറ്റ്. ഇത്രയേ ഉള്ളൂ കേസ്. ആദ്യത്തെ ഐറ്റം നമ്മൾ പോസ്റ്റ് ചെയ്തു, ഓപ്പണിംഗ് പോസ്റ്റ് ചെയ്തു. രണ്ടെന്താ? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് നമ്മൾ പൈസ കൊടുത്തു. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്, അവർക്ക് നമ്മൾ കുറച്ച് പൈസ കൊടുത്തു. ക്രെഡിറ്റേഴ്സിന് പൈസ കൊടുക്കുമ്പോൾ ആ ബാധ്യത കൂടുമോ കുറയുമോ?
നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്തു തീർത്താൽ ആ ബാധ്യത നമ്മുടെ തലേന്ന് കുറയുമോ കൂടുമോ? തീർച്ചയായിട്ടും കുറയും. പൈസ കൊടുത്താൽ ബാധ്യത കുറയും. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സിൽ ഡെബിറ്റ്, ക്യാഷ് 36,500 ഡെബിറ്റ്. നെക്സ്റ്റ് ചെക്ക് ഇഷ്യൂഡ്. നമ്മൾ ക്യാഷ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ചെക്ക് കൊടുക്കുന്നത്, ബാങ്കിൽ നിന്ന് പോകുമെന്നേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ചെക്ക് കൊടുക്കുമ്പോഴും ക്രെഡിറ്റർ കുറയണം. ക്രെഡിറ്റർ കുറയണം. ഇതാണ് ഈ ബാങ്ക് തന്നെ ഇവിടെ ഉണ്ട്, 24,000 ബാങ്ക്, അതും ഡെബിറ്റ് തന്നെ, അതും ഡെബിറ്റ് തന്നെ. നെക്സ്റ്റ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ക്രെഡിറ്റേഴ്സ്. നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകൾ ഒരു 2,500 രൂപ കുറച്ച് തന്നാൽ മതി എന്ന് അവർ തന്നെ പറഞ്ഞു. ഡിസ്കൗണ്ട് കിട്ടി. നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കാൻ ചെല്ലുവാണ്, അപ്പോൾ അയാൾ പറയുവാണ് ഒരു 2,500 രൂപ കുറച്ച് തന്നാൽ മതി. അപ്പോൾ നമ്മുടെ ബാധ്യത കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. അവിടെയും ബാധ്യത കുറഞ്ഞു. ഡിസ്കൗണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ, 2,500. ഓക്കെ, അവിടെ എല്ലാം നമ്മുടെ ബാധ്യത കുറയുവാണ്. നെക്സ്റ്റ് ബിൽ അക്സെപ്റ്റഡ് ഡ്യൂറിങ് ദ ഇയർ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലെന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും കടം വാങ്ങുന്നു, അല്ലെങ്കിൽ കടത്തിന് സാധനങ്ങൾ വാങ്ങുന്നു, എന്തോ ആയിക്കോട്ടെ. നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും ഒന്നുകിൽ കടത്തിന് പൈസ വാങ്ങുന്നു, അല്ലെങ്കിൽ കടത്തിന് സാധനങ്ങൾ വാങ്ങുന്നു. ഇത്ര ഒരു പീരീഡ് പറയുമല്ലോ, ഇത്ര നാളിനകം തിരിച്ചു തരാം. അങ്ങനെ വെറും വാക്കിന്റെ പുറത്താണ്, പ്രത്യേകിച്ച് ഉറപ്പൊന്നും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല, വെറും വാക്കിന്റെ പുറത്താണ് നിൽക്കുന്നതെങ്കിൽ അയാളെ നമ്മൾ ക്രെഡിറ്റർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഞാനിപ്പോൾ ഒരാളുടെ നിന്ന് പൈസ കടം മേടിച്ചിട്ട് പറയുവാണ് 2 മാസം കഴിഞ്ഞ് തിരിച്ചു തരാം. ഓക്കെ, ആയിക്കോട്ടെ, എൻ്റെ വാക്ക് അയാൾക്ക് വിശ്വാസമാണ്, എൻ്റെ വാക്ക് വിശ്വാസമാണ്, എങ്കിൽ എന്നെ സംബന്ധിച്ച് അയാൾ ക്രെഡിറ്റർ ആണ്. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ അയാൾക്ക് എന്നെ വിശ്വാസമല്ലെങ്കിൽ നമ്മളത് ഡോക്യുമെന്റ് ആക്കും. നമ്മൾ ഈ പറയുന്ന കാര്യം ട്രാൻസാക്ഷൻ ഡോക്യുമെന്റ് ആക്കി ഞാനത് ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എൻ്റെ ബിൽസ് പേയബിൾ ആകും. മനസ്സിലാക്കുക, വെറും വാക്കിന്റെ പുറത്ത് നിൽക്കുന്ന കടമാണ് ക്രെഡിറ്റർ. ഞാൻ ഒരാൾക്ക് പൈസ കടം കൊടുക്കാനുണ്ട്, എന്തെങ്കിലും ഉറപ്പെഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അയാൾ ക്രെഡിറ്റർ ആണ്. പക്ഷേ ഞാൻ ഒരാളിൽ നിന്ന് കടം മേടിച്ചിട്ട് ഒരു മുദ്രപത്രത്തിൽ ആ കാര്യം എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അയാൾ എനിക്ക് ബിൽസ് പേയബിൾ ആണ്. ഇത്രയും ഓക്കെ ആണല്ലോ. ക്രെഡിറ്റർ എന്ന് പറയുന്ന ആൾക്ക് ബില്ല് കൊടുത്താൽ പിന്നെ അയാളുടെ പേര് ക്രെഡിറ്റർ അല്ല, ബിൽസ് പേയബിൾ ആണ്. ക്രെഡിറ്ററുടെ പേര് മാറുന്നതേ ഉള്ളൂ, നമ്മൾ അയാൾക്ക് പൈസ കൊടുത്തേ പറ്റൂ. പക്ഷേ അക്കൗണ്ടിങ് റൂൾ അനുസരിച്ച് ക്രെഡിറ്റർ എന്ന ഒരു പേര് അയാൾക്ക് മാറും. മനസ്സിലാവുന്നുണ്ടോ? അത് മറ്റൊരു ലൈബിലിറ്റി ആവും, ദാറ്റ്സ് കോൾഡ് ബിൽസ് പേയബിൾ. നമ്മളിവിടെ വരയ്ക്കുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അല്ലേ? മനസ്സിലാവുന്നത്? ഇത് ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കി എടുത്തേ പറ്റൂ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇപ്പം മനസ്സിലാക്കുക, ഇപ്പം നിങ്ങൾ മറ്റൊരാളുടെ നിന്ന് കടം മേടിച്ചു, വെറും വാക്കിന്റെ പുറത്താണ് മേടിച്ചിരിക്കുന്നത്, 10,000 രൂപ എന്ന് വിചാരിച്ചു. വെറും വാക്കാണ്, വിശ്വാസമാണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് അയാളെ ക്രെഡിറ്റർ എന്ന് വിളിക്കാം. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു മുദ്രപത്രവും കൊണ്ടുവന്ന് ഇതൊന്ന് എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞെങ്കിൽ അയാൾ പിന്നെ നിങ്ങളുടെ ബിൽസ് പേയബിൾ ആണ്. എന്താ സംഭവിച്ചേ? ക്രെഡിറ്റർ എന്നൊരു ലൈബിലിറ്റി ഇല്ലാതായി, ക്രെഡിറ്റർ എന്ന പേരിലുള്ള ലൈബിലിറ്റി ഇല്ലാതായി. പകരം ബിൽസ് പേയബിൾ എന്നൊരു ലൈബിലിറ്റി അവിടെ ഉണ്ടായി. പക്ഷെ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ കുറഞ്ഞോ കൂടിയോ അതാ നോക്കേണ്ടത്. ക്രെഡിറ്റർ എന്ന ലൈബിലിറ്റി കുറഞ്ഞോ കൂടിയോ? ഇവിടെ കുറഞ്ഞു. ബിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തപ്പോൾ ക്രെഡിറ്റർ എന്ന പേരിലുള്ള ലൈബിലിറ്റി കുറഞ്ഞു. ബിൽസ് പേയബിൾ എന്നൊരു ലൈബിലിറ്റി വന്നു എന്നുള്ളത് അത് വേറൊരു ബുക്ക് വരയ്ക്കും. അതിനകത്ത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നോക്കേണ്ട കാര്യമില്ല, അത് ബിൽസ് പേയബിൾ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നോക്കിയാൽ മതി. എന്തു തന്നെയായാലും ഈ ബിൽ അക്സെപ്റ്റഡ് എന്ന് പറയുന്നത് ക്രെഡിറ്ററിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്. ഡെബിറ്റ് ക്രെഡിറ്ററിനെ കുറയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് ഗുഡ്സ് റിട്ടേൺഡ് ടു ക്രെഡിറ്റേഴ്സ്. നമ്മൾ കടത്തിന് സാധനം മേടിച്ചതിൽ 3,200 രൂപയുടെ സാധനം ഇഷ്ടപ്പെട്ടില്ല, അതങ്ങ് തിരിച്ചു കൊടുത്തു. നമ്മൾ സാധനം കടത്തിന് മേടിച്ചിട്ട് ആ സാധനം അങ്ങ് തിരിച്ചു കൊടുത്താൽ അപ്പോൾ അത്രയും ബാധ്യത കുറഞ്ഞു. മനസ്സിലാവുന്നില്ലേ? നമ്മളൊരു 50,000 രൂപയുടെ സാധനങ്ങൾ കടത്തിന് മേടിച്ചു, കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ 5,000 രൂപയുടെ സാധനം ഇഷ്ടപ്പെട്ടില്ല, അതങ്ങ് തിരിച്ചു കൊടുത്തു. പിന്നെ 45,000 രൂപയുടെ ബാധ്യതയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ റിട്ടേൺ എന്ന്, അതായത് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്. ചുരുക്കി പറഞ്ഞാൽ ക്യാഷ് കൊടുത്താലോ ചെക്ക് കൊടുത്താലോ ഡിസ്കൗണ്ട് അനുവദിച്ച് കിട്ടിയാലോ ബില്ല് എഴുതി ഒപ്പിട്ട് കൊടുത്താലോ വാങ്ങിയ സാധനം തിരിച്ചു കൊടുത്താലോ ഒക്കെ ക്രെഡിറ്റർ കുറയും. എല്ലാ ഐറ്റവും അപ്പോൾ ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു ലാസ്റ്റ് ഐറ്റം ഉണ്ട്, ക്ലോസിംഗ് ക്രെഡിറ്റർ. ക്ലോസിംഗ് ഡേറ്റിലെ ക്രെഡിറ്റർ. ക്ലോസിംഗ് ക്രെഡിറ്റർ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുക. കാര്യം ക്ലോസിംഗിൽ ഡെബിറ്റ് ചെയ്താലേ ഓപ്പണിംഗിൽ ക്രെഡിറ്റ് ചെയ്യാൻ പറ്റൂ. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റം ഓപ്പൺ ചെയ്യുമ്പോഴാണ് ക്രെഡിറ്റ് ബാലൻസ് ആയിട്ട് വരേണ്ടത്. ലൈബിലിറ്റീസ് എല്ലാം ഓപ്പണിംഗിലാണ് ഇങ്ങനെ ക്രെഡിറ്റ് നിൽക്കേണ്ടത്. ഓക്കെ, ക്ലോസിംഗ് ക്രെഡിറ്റർ, ക്ലോസിംഗ് ഡേറ്റിൽ ക്രെഡിറ്റർ ഇങ്ങനെ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡ് നിൽക്കണം. ഓക്കെ,
ഇനി നിങ്ങളിത് ടോട്ടൽ ചെയ്യുക. ഈ സെൽ ടോട്ടൽ ചെയ്യുക. ഇവിടെ ആയിരിക്കും വലിയൊരു എമൗണ്ട്. ഈ സെൽ ടോട്ടൽ ചെയ്ത് എഴുതുമ്പോൾ ഇവിടെ ആകെ നമുക്കുള്ളത് ഒരു 7200 ക്രെഡിറ്റ് സൈഡിൽ. അവിടെ ഡിഫറൻസ് എത്ര വരുന്നോ അതായിരിക്കും ക്രെഡിറ്റ് പർച്ചേസ്. ഇങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? കാര്യം ഓപ്പണിങ്ങിൽ ഒരു 7200 ഉണ്ടായിരുന്നത്. ഇത്രയും ഐറ്റം നോക്കിയപ്പം ക്ലോസിങ്ങിൽ 8600 ഉണ്ട്. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ ആ അക്കൗണ്ടിന്റെ ഡിഫറൻസ് എത്രയാണോ അതായിരിക്കും ക്രെഡിറ്റ് പർച്ചേസ്. ഇങ്ങനെയാണ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് വരച്ച് ക്രെഡിറ്റ് പർച്ചേസ് കണ്ടുപിടിക്കുന്നത്. ഇതിനകത്ത് ഈ ബിൽസ് പേയബിൾ മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഒരാളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ അയാൾ ക്രെഡിറ്റർ, ബില്ല് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അയാൾ ബിൽസ് പേയബിൾ. അപ്പം ക്രെഡിറ്റർ കുറഞ്ഞു, നിങ്ങളത് മാത്രം ഓർത്താൽ മതിയല്ലോ. ക്രെഡിറ്റർ കുറഞ്ഞു. അപ്പം നിങ്ങൾ ചോദിക്കും, ക്രെഡിറ്റർ കുറഞ്ഞെങ്കിലും ബാധ്യത അവിടെ കിടക്കല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, ക്രെഡിറ്റർ എന്ന പേരിലുള്ള ബാധ്യത മാറിയല്ലോ, നമ്മൾ അത് നോക്കിയാൽ മതി. ഇപ്പം എക്സാമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം. മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ കടം മേടിച്ചു. എക്സാമ്പിളാണേ, വെറുതെ കേട്ടോ. മിസ്റ്റർ എക്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ചു. ഞാനത് എക്സിന് തിരിച്ചു കൊടുക്കണം. ഓക്കെ, ഞാനത് എക്സിന് തിരിച്ചു കൊടുക്കാനായിട്ട് വൈയുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചു. ഞാൻ എക്സിന് തിരിച്ചു കൊടുക്കാനായിട്ട് വൈയുടെ കയ്യിൽ നിന്ന് കടം മേടിച്ചു. എക്സിൻ്റെ ബാധ്യത തീർന്നല്ലോ, എക്സ് എന്നൊരു തലവേദന ഒഴിഞ്ഞല്ലോ. പക്ഷെ ആയിക്കോട്ടെ, വൈ എന്ന തലവേദന അവിടെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് എക്സ് എന്ന പേരിലെ ബാധ്യത ഒഴിഞ്ഞു. അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇവിടെയും ബില്ല് ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ക്രെഡിറ്റർ എന്ന പേര് മാറി. അയാൾ പിന്നെ നമുക്ക് ക്രെഡിറ്റർ അല്ല, ബിൽസ് പേയബിൾ ആണ്. അക്കൗണ്ടിങ്ങിൽ ഇത് രണ്ടും രണ്ടാണ്. അക്കൗണ്ടിങ്ങിൽ ഇത് രണ്ടും രണ്ട് കോൺസെപ്റ്റ് ആണ്. ബിൽസ് പേയബിൾ ആകുമ്പോൾ ക്രെഡിറ്റർ കുറയുമെന്ന് തന്നെ കണക്കാക്കണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് അക്കൗണ്ട് വരച്ച് കണ്ടുപിടിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ എന്ത് അക്കൗണ്ട് വരയ്ക്കണം? ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഇതുപോലെ തന്നെ ഞാൻ പറയുന്നത്, ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഡെറ്റർ എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് പൈസ തരാനുള്ളയാൾ. അതൊരു അസറ്റാണ്. അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. അസറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡ് ബാലൻസ് ഉള്ള ഐറ്റം ആണ്. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 16200 ഡെബിറ്റ് സൈഡിൽ വരും. ഓപ്പൺ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ഓപ്പൺ ആവും. ഇനി നിങ്ങൾ നോക്കേണ്ടത് താഴോട്ടുള്ള ഓരോ ഐറ്റവും വായിക്കുക. അത് ഡെറ്റേഴ്സിനെ കൂട്ടുമോ കുറയ്ക്കുമോ? ഡെറ്റേഴ്സിനെ കൂട്ടുമാണെങ്കിൽ ഡെബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതല്ല ഡെറ്റേഴ്സിനെ കുറയ്ക്കുന്നതായിട്ടാണ് തോന്നുന്നതെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇതാണ് ലോജിക്ക്. രണ്ടാമത്തെ ഐറ്റം എന്താ? ക്യാഷ് ആൻഡ് ചെക്ക് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ കുറച്ച് പൈസയും ചെക്കും ഒക്കെ കിട്ടി. ഡെറ്റേഴ്സ് നമുക്ക് കുറേ പൈസ തന്നു. അപ്പോൾ ഡെറ്റേഴ്സ് കുറഞ്ഞില്ലേ? നമുക്ക് പൈസ തരാനുള്ള ആളുകൾ കുറച്ച് പൈസ തന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഡെറ്റേഴ്സ് എന്നൊരു കോൺസെപ്റ്റ് കുറഞ്ഞു. ക്രെഡിറ്റ് തന്നെയാണ്. 84,000 രൂപ ക്രെഡിറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ബിൽ റിസീവബിൾ ബില്ല് എഴുതി ഒപ്പിട്ട് മേടിച്ചു. ഇവിടെ അതേ കോൺസെപ്റ്റ് ആണോ? നമുക്ക് പൈസ തരാനുള്ള ആളുകൾ വെറും വാക്കിന്റെ പുറത്താണെങ്കിൽ ഡെറ്റർ. എനിക്ക് പൈസ തരാനുള്ള ആൾക്കാർ വാക്കാൽ പറയുവാണെങ്കിൽ ഡെറ്റർ. പക്ഷെ അവരൊരു ബില്ല് എഴുതി ഒപ്പിട്ട് ഒരു ഉറപ്പ് തന്നാൽ അത് ബിൽസ് റിസീവബിൾ ആയി. എനിക്ക് പൈസ തരാനുണ്ട് എന്ന എഴുതി ഒപ്പിട്ടാൽ അവർ ഡെറ്റർ മാറി ബിൽസ് റിസീവബിൾ ആവും. അതുകൊണ്ട് തന്നെ ഡെറ്റേഴ്സ് കുറയും. ബിൽസ് റിസീവബിൾ എന്ന് എഴുതിയാൽ ഡെറ്റേഴ്സ് കുറയും. കണ്ട 32,000. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെ. നെക്സ്റ്റ്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ഡെറ്റേഴ്സ്. നമ്മൾ കടത്തിന് സാധനം വിറ്റത് കുറെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് തിരിച്ചയച്ചു തന്നു. അവർക്ക് തിരിച്ചയച്ചു തരുമ്പോൾ നമുക്ക് അത്രയും ഡെറ്റേഴ്സ് കുറയും. സെയിൽസ് റിട്ടേൺസ് അതും കുറയും. നെക്സ്റ്റ്, ബാഡ് ഡെറ്റ് അല്ലേ? ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം. അത് കിട്ടത്തില്ല, ബാഡ് ഡെറ്റ് ആയിട്ട് എഴുതി കളഞ്ഞു. അതിന് നോക്കണ്ട, അത് കിട്ടത്തില്ല, ക്രെഡിറ്റ് ചെയ്തു. ഇതെല്ലാം ഡെറ്റേഴ്സിനെ കുറയ്ക്കും കേട്ടോ. ഇതെല്ലാം ഡെറ്റേഴ്സിനെ കുറയ്ക്കുന്ന ഐറ്റമാണ്. അതുകൊണ്ട് എല്ലാം ക്രെഡിറ്റ് ചെയ്യുക. ഡിസ്കൗണ്ട് അലൗഡ്. നമുക്ക് പൈസ തരാനുള്ള ആളുകളോട് വിളിച്ച് പറയുവാണ്, ഒരു 6,000 രൂപ തരണ്ട, ഡിസ്കൗണ്ട് ആയിട്ട് വെച്ചു. അപ്പോൾ അതും ഡെറ്റേഴ്സിനെ കുറയ്ക്കും. 6,000 രൂപ. ലാസ്റ്റ് ക്ലോസിംഗ് ഡെറ്റേഴ്സ്. ക്രെഡിറ്റിൽ ബാലൻസ് ക്യാരി ഡൗൺ. നേരത്തെ പോലെ തന്നെ അക്കൗണ്ട് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്ത് നോക്കിയാൽ ആ ബാലൻസിങ് ഫിഗർ ആയിരിക്കും ക്രെഡിറ്റ് സെയിൽ. ഇങ്ങനെയാണ് ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഡെറ്റേഴ്സ് അക്കൗണ്ടും വരച്ച് കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം ഇനി മുന്നോട്ടുള്ള പ്രോബ്ലംസിലെല്ലാം ഡെറ്റേഴ്സ് അക്കൗണ്ടും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും വരയ്ക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഓർത്ത് വെച്ചോ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും ഡെറ്റേഴ്സ് അക്കൗണ്ടും വരയ്ക്കാൻ എസ്എ ടൈപ്പ് അല്ലെങ്കിലും ഷോർട്ട് ആൻസർ ടൈപ്പും ചോദിക്കാറുണ്ട്. ഓക്കെ.